റോഡ് എവിടെ? ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തുമെന്ന് സംശയമുണ്ട്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എസർഗട്ട ലേക്കിലാണ്. അപ്പോൾ എൻ്റെ പുറകെ ഈ കാണുന്ന ലേക്കാണ് എസർഗട്ട ലേക്ക്. ഈ ഒരു ലേക്കിന് എസർഗട്ട എന്ന പേര് വരുന്നേക്കാളും മുമ്പ് ഇതിന് ശിവസമുദ്ര എന്നായിരുന്നു പേര്. 1534 കാലഘട്ടത്തിലാണ് അച്യുത ദേവരായ ഈ ഒരു ലേക്ക് ബിൽഡ് ചെയ്തത്. ഈ ഒരു ലേക്കിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗ്രാവിറ്റി ഫ്ലോയിൽ ബാംഗ്ലൂരിലോട്ട് വെള്ളം എത്തിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ അതെ, 1534 കാലഘട്ടത്തിൽ അച്യുത ദേവരായ ഈ ഒരു ലേക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും 1892 കാലഘട്ടത്തിലാണ് 10ാമത്തെ ചാമരാജ ഒഡെയർ ഇവിടെ നിന്ന് ബാംഗ്ലൂർ നഗരത്തിലോട്ട് വെള്ളം ഫിൽട്ടർ ചെയ്ത് ഗ്രാവിറ്റി ഫ്ലോയിൽ എത്തിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചത്. ഇവിടെ നിന്ന് സോലദേവനഹള്ളി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വരെ ഗ്രാവിറ്റി ഫ്ലോ, അവിടെ നിന്ന് ചിമ്നി ഹില്ല് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിലോട്ട് വെള്ളം പമ്പ് ചെയ്യായിരുന്നു. അവിടെ നിന്ന് നഗരഭാഗത്തിലോട്ട് വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്യുമായിരുന്നു, അത് ഫിൽട്ടർ ചെയ്തിട്ട്. അപ്പോൾ ഈ ചിമ്നി ഹിൽസിൽ എന്ന ഈ ഒരു സ്ഥലത്തോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്ത്, അപ്പോഴത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ഇവർ പമ്പ് ചെയ്തുകൊണ്ടായിരുന്നത് വെള്ളം. നമുക്ക് ജാലഹള്ളിയിൽ നിന്ന് ഈ എസർഗട്ട റോഡിൽ വരുന്ന വഴിക്ക് നമുക്ക് ഇതിൻ്റെ പല ഗേറ്റുകളും കാണാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് വെള്ളം എത്തിച്ചുണ്ടായിരുന്നത് അവിടുത്തെ പൈപ്പ് ലൈൻ പോലെ. അപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഈ കല്ലും പിന്നെ ചുണ്ണാമ്പും ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിമ്നി ഹിൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഇപ്പോൾ എയർഫോഴ്സിന്റെ അണ്ടറിലാണ്. ഈ ഒരു ലേക്കിലോട്ട് വെള്ളം വരുന്നത് വെച്ചാൽ അർക്കാവതി റിവറിൽ നിന്നാണ്. അപ്പോഴത്തെ കാലത്ത് മെയിൻ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലേക്കിൽ നിന്നാണ്. ഈ ലേക്കിനെ കണക്ട് ചെയ്തിട്ട് ഏകദേശം 184ഓളം ലേക്ക് നമ്മുടെ നന്ദി ഹിൽസ് ഇല്ലേ, അവിടെ നിന്ന് ഈ ഒരു എസർഗട്ട എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെ ഏകദേശം ഒരു 184 ലേക്കോളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടായിരുന്നത് ചരിത്രത്തിൽ. പക്ഷേ ഇപ്പം നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഞാനൊരു 7-8 കണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് GPS ഗൂഗിൾ മാപ്പിൽ. അതിൽ സാറ്റലൈറ്റ് വ്യൂവിൽ നമുക്ക് ചെറിയ ചെറിയ ലേക്കുകൾ ഒരുപാട് കാണാൻ പറ്റും. എല്ലാം വീട്ടിലും ടാപ്പ് തുറന്ന വെള്ളം വരും. അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ആ കാലത്ത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ 1892 കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം എന്ന് പറയുന്നത് അതൊരു വേറെ ഒരു ലെവൽ തന്നെയായിരുന്നു. മാത്രമല്ല ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവം കൂടെയായിരുന്നു. ഇതൊക്കെ നടന്നിട്ടുള്ളത് മൈസൂരിലെ രാജാവിൻ്റെ ഭരണകാലത്തിലായിരുന്നു. വൈകുന്നേരം ആയ പിന്നെ ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും. മാത്രമല്ല ഞായറാഴ്ച ദിവസം കൂടെയാണ്. ഇല്ല, അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങ് ദൂരെ, ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ആൾക്കാർ അവിടെ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് അങ്ങ് ആ ഭാഗത്ത്, അവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാർ ആ ഉള്ളിക്കരെ അവിടെ നിന്ന് കയറി വന്നു. പിന്നെ ഞാനെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാം, ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. അങ്ങ് ദൂരമായിട്ട് ഒരു അമ്പലം കാണാം. ഇവിടെ ഇഷ്ടംപോലെ താറാവ് കാണാം. പക്ഷേ ഇവിടെ ഒരു താറാവ് ചത്ത് കിടപ്പുണ്ട്. ലേക്കിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ആണ് ഈ ഭാഗം കാണുന്നതൊക്കെ മൊത്തം. അപ്പോൾ ഇവിടെ ഒരുമാതിരിയുള്ള എന്തോ പൂകളുണ്ട്, അതിൽ വൈറ്റ് ആയിട്ട് കാണാൻ പ്രത്യേകിച്ചൊരു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ഫാം റോഡാണ്. അപ്പോൾ ഇവിടെ പബ്ലിക്കിന് എൻട്രി ഇല്ല, എന്നാലും ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ പന്നിയുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇത് ഇവിടെ പണിയെടുക്കുന്ന അവരുടെ ക്വാർട്ടേഴ്സ് ആയിരിക്കും, വർക്കേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഓഫീസ് ഷിഫ്റ്റ് ടു ഓൾഡ് ഓഫീസ് ഗേറ്റ് ക്ലോസ്ഡ്. ഇവിടുത്തെ സംഭവമൊക്കെ എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണാം, ഈ ഗേറ്റിൻ്റെ ഉള്ളിലൊരു ഗേറ്റ് കാണാം. ഫുള്ള് സെക്യൂർഡാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പം പന്നിയുടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ റോട്ടിൽ പോകണമെന്നാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ കാണുന്നത് പഴയ ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ഈ സംഭവം പൂട്ടിയോടെ അവിടെ മുകളിലൊരു സംഭവമുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ പൂട്ടിയ ശേഷം ഇവിടെ ആരും ആൾക്കാർ താമസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ചെതൽപുറ്റ് കണ്ടില്ലേ. അപ്പോൾ ഈ കാണുന്നൊക്കെ പന്നിയുടെ ബ്രീഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും പിന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. വേറെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാൽ അവിടെ ചില സംഭവങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ആ ഭാഗത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പന്നിയുടെ ബ്രീഡിങ്ങും അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എല്ലാം ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഇതാണ് ഇങ്ങനത്തെ ഇത്രയും നല്ല സംഭവം. അത് ഈ ഒരു സ്ഥലത്ത് ഇപ്പം കാര്യമായിട്ടുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആൾമോസ്റ്റ് എല്ലാം ഈ ഫാമിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ലാഭത്തിലല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും ഇവർക്ക് ഇതാക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണല്ലേ. വെറുതെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല നല്ല ബിൽഡിങ്ങും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ഫാമിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പണിതിട്ടിട്ട് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആൾക്കാർ ഇവിടേക്ക് എത്തും. പല ബ്രീഡുകളും എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവങ്ങൾ നമുക്ക് ബൈ ചെയ്ത് കൊണ്ടുപോകാം. നമുക്കും ചെറിയ ഫാം പോലെ നടത്താം. എല്ലാം ഉണ്ടാക്കിയിടും നമ്മുടെ ഗവൺമെൻറ്. പക്ഷെ ഒന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ തട്ടുകടയിലൊക്കെ ഉണ്ട്. തട്ടുകട ഈ
ഈ എസർഗട്ട എന്ന സ്ഥലത്ത് ഫാമിങ്ങും കാര്യങ്ങളും പിന്നെ അതിൻ്റെ റിസർച്ച് സെൻറ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇവിടെ പല സംഭവങ്ങളും പൂട്ടിപ്പോയി കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാംബു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ റോട്ടിൽ എടുത്തതാണ് വണ്ടി. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഈ ബാംബൂസിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടാണ്? ക്ലോസ് ആണോ? ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹായ് കൊള്ളാലോ, അടിപൊളി. ഈ ലേക്കിൻ്റെ ഇനിയൊരു ഭാഗമാണെന്ന് തോന്നുന്നു ഇതിലൂടെ ഇപ്പോൾ വണ്ടി കൊണ്ടുപോകണ്ടേ. അവിടെ നോ എൻട്രി ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വരാം. മൊത്തം മുള്ളാണ്. ഇവിടെ ആയിട്ട് ഇല്ലികൾ കണ്ടില്ല, ഇത് ഡ്രിം ചെയ്ത് വെച്ച് പോലെ ഉണ്ടല്ലേ. പക്ഷെ ടയർ പഞ്ചാറാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇത് ഏത് ഭാഗത്തിൽ ഞാൻ വന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. അയ്യോ, റോഡ് എവിടെ? ഈ ഒരു ലേക്കിൻ്റെ അടുത്ത ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. അപ്പോൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നിങ്ങൾ ബാംഗ്ലൂരിലെ ഔട്ട്സ്കർട്ട് ഏരിയയിലൊക്കെ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വരിക. അപ്പോൾ ഈ ഒരു സ്ഥലം ഹെസർഗട്ട എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 8 മൈൽ ജാലഹള്ളി. അവിടെ നിന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ഹെസർഗട്ട എന്നിട്ട് ഇട്ടാൽ മതി, മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ഉള്ളിലോട്ടല്ല, നിങ്ങൾ മെയിൻ റോഡിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് സംഭവം കാണും, മനസ്സിലാവും എങ്ങോട്ടൊക്കെ കയറി പോകേണ്ടതെന്ന്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നോ എൻട്രി ബോർഡ് എവിടെ ഇട്ടിട്ടില്ല, അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് കയറി വരാം. അപ്പം കച്ചറ വെള്ളം കുടിക്കാൻ അവിടെ കുറേ പേര് എൻ്റെ ഫ്രണ്ടിൽ ഡ്രിങ്ക്സ് അടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാണ്ടിരിക്കും. അപ്പോൾ മഴക്കാലമായി പിന്നെ ഈ ഭാഗമൊക്കെ മൊത്തം വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. ദൂരെ വെള്ളാടിയും കാര്യങ്ങളായിട്ട് ചില ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്. ഈ കുളിച്ച കുപ്പിയൊക്കെ ഈ ലേക്കിൽ തന്നെ ഇട്ടിട്ട് പോകും. സൂര്യൻ അങ്ങ് ദൂരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവിടെ ഒരാൾ പൊളിച്ച് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. പക്ഷേ മൊത്തം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ഉള്ളോട്ട് വണ്ടിക്ക് പോകാൻ പറ്റും. മൊത്തം കീൽ വണ്ടികൾ നമുക്ക് നിൽക്കുന്നത് കാണാം. ഇവിടെ ആയിട്ട് എന്തൊക്കെയോ സംഭവമുണ്ട്. എന്തോ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പുരാതന കാലത്തിലുള്ള അവശിഷ്ടത്തിൻ്റെ കൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എനിക്ക് പിടികിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ചെടികളിലൊക്കെ ഇങ്ങനെ കുപ്പി നിറച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തായിരിക്കും? എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വൈബ് ചെയ്തിരിക്കാൻ പറ്റിയ, ഇല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ പറ്റിയ, ഇല്ലെങ്കിൽ തടാകത്തിൽ വന്ന് നമുക്ക് എന്താ പറയുക, ആ ഒരു വൈബ് അത്രയ്ക്കും ഫീൽ ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ പൊളിയാണ്. നമുക്ക് റോഡ് സൈഡിൽ ഏത് ഭാഗത്ത് പോയി നമുക്ക് തടാകം കിട്ടുന്നതാണ്. ഉള്ളിലോട്ടൊക്കെ വഴിയുണ്ടാവും. അപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടൊക്കെ കയറി ചെല്ലാണ്ടിരിക്കുക. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക.